എല്ലാവർക്കും വിനാഷ് ബ്ലോസമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കീ ടു എ ഹാപ്പി ആൻഡ് സക്സസ്ഫുൾ ഫാമിലി ലൈഫ് എന്നതാണ്. ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷകരമായ ഒരു കുടുംബജീവിതം. കുടുംബത്തിന് സൊസൈറ്റിയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. നല്ല കുടുംബങ്ങൾക്ക് നല്ലൊരു സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നല്ല ഒരു കുടുംബ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പാലിച്ചു വരേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്നാണ്. നല്ല ഒരാശയവിനിമയം, ഓപ്പണായിട്ടുള്ള ഓണസ്റ്റായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെ ഓപ്പണായിട്ട് അല്ലെങ്കിൽ ഓണസ്റ്റായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഒരു ഫാമിലിയിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ സാഹചര്യങ്ങൾ ആ ഫാമിലിയിൽ ഉണ്ടായിരിക്കണം. നമുക്കൊരു തുറന്നതും സത്യസന്ധമായുള്ള ഒരു ആശയവിനിമയം നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ജഡ്ജ്മെൻ്റ് ഇല്ലാതെ കേൾക്കുന്ന കുറേ ആളുകളുണ്ടാവണം. ഫാമിലിയിലെ എല്ലാവരെയും നമ്മൾ ജഡ്ജ്മെൻ്റ് ഇല്ലാതെ അവർ പറയുന്ന എന്ത് കാര്യങ്ങളും മുൻവിധികളില്ലാതെ ജഡ്ജ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ കേൾക്കാൻ സാധിക്കണം. അവർക്ക് തോന്നണം അവരുടെ അഭിപ്രായങ്ങൾക്ക് വാല്യൂ ഉണ്ട് എന്ന് അവർക്ക് തോന്നണം. ഭയമില്ലാതെ ഫാമിലിയിൽ സംസാരിക്കാനായിട്ട് സാധിക്കണം. അതിനാവശ്യമുള്ളൊരു സാഹചര്യം നമ്മൾ ഫാമിലിയിൽ ഒരുക്കി കൊടുക്കണം. അങ്ങനെ ആയാൽ മാത്രമേ നല്ലൊരു ഫാമിലി റിലേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അടുത്തതായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും സീരിയസ് ആയിട്ടുള്ള കാര്യം മാത്രമായിരിക്കരുത്. കമ്മ്യൂണിക്കേഷനിൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഒരാഴ്ചയിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള രസകരമായ നിമിഷങ്ങളെക്കുറിച്ചൊക്കെ ഷെയർ ചെയ്യാം. നമ്മുടെ ജോലി സ്ഥലത്തുണ്ടായ അല്ലെങ്കിൽ യാത്രയിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാം. ഒരു ഓപ്പണായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉള്ള വേദിയാകും അത്. അടുത്ത കുട്ടികളുമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും അവർ പറയുന്നത് ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യത്തിൽ നമ്മൾ ഏർപ്പെടാതെ, ഫോണിൽ നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ടോ ശ്രദ്ധിക്കാതെ പൂർണ്ണമായിട്ടും അവർ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നവർക്ക് ബോധ്യമുണ്ടാവണം. പിന്നെ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം. അങ്ങനെയാണോ സംഭവിച്ചത്, എന്നിട്ട് എന്ത് സംഭവിച്ചു, എന്താണ് ചെയ്തത്, അതെങ്ങനെ സോൾവ് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും തിരിച്ച് സംസാരിക്കണം. അപ്പോൾ മാത്രമാണ് അവർക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട് തോന്നുന്നത്. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ തന്നെ ഫാമിലിയിൽ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഫാമിലിക്കുള്ളിൽ മാത്രമല്ല സംസാരിക്കാനായിട്ട് ഒരു വേദി കണ്ടെത്തേണ്ടത്. ഒരുമിച്ച് പുറത്ത് പോവുക, ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോവുക. അറ്റ്ലീസ്റ്റ് അടുത്തുള്ള ഒരു പാർക്ക് ഒക്കെ പോവുക, പാർക്കിലൊക്കെ പോവുക. അതിനിടയ്ക്ക് സംസാരിക്കുക, യാത്രയിൽ സംസാരിക്കുക. അവിടെ ചെന്നതിന് ശേഷം ഫൺ ഗെയിംസിലും ആക്ടിവിറ്റീസിലും ഒക്കെ എൻഗേജ് ആവുക ഫാമിലിയുടെ കൂടെ. ഇതൊക്കെ നല്ലൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു വേദി തുറന്നു കൊടുക്കും. അടുത്തത് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു ടോക്ക് ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും അല്പസമയം 10 to 15 മിനിറ്റ് എല്ലാ അംഗങ്ങൾക്കും സംസാരിക്കാനുള്ളൊരു സമയം കിട്ടുവാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ആ സമയത്ത് ഗോൾ സെറ്റ് ചെയ്യാം. സമീപഭാവിയിൽ നമ്മൾ ചെയ്യാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യം പർച്ചേസ് ചെയ്യുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിനെക്കുറിച്ചോ എന്ത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഫാമിലി ഒരുമിച്ച് ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഈ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ കേൾക്കുകയും ഈ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അവരുടെ അഭിപ്രായം പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയും അവരവരുടേതായ ചെറിയതാണെങ്കിൽ പോലും ഒരു കോൺട്രിബ്യൂഷൻ, എന്തെങ്കിലും രീതിയിൽ അവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ അതിലുണ്ടായിരിക്കണം. അടുത്തത് ഫാമിലിയിൽ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് എമ്പതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാകണം. എങ്ങനെയാണ് റെസ്പെക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്? മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നിരസിക്കുകയാണെങ്കിൽ പോലും അതിന് വ്യക്തമായ ഒരു കാരണം ഉണ്ടായിരിക്കണം. അവർ തീർച്ചയായിട്ടും ബോധിപ്പിക്കേണ്ടത് ആവശ്യമുണ്ട്. ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും അത് നീ അറിയേണ്ട കാര്യമില്ല എന്ന് പറയുന്നതിനപ്പുറം അത് ഇന്ന കോൺസിക്വൻസസ് ആണ് അതിനുള്ളത്, അല്ലെങ്കിൽ ഇന്ന പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഉണ്ട്, അത് നടപ്പിലാക്കാൻ ഇന്നതൊക്കെയാണ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, അത് വ്യക്തമായിട്ട് ക്ലിയറായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് അഭിപ്രായം പറഞ്ഞ ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവർ അഭിപ്രായം പറയും. അതല്ല, അഭിപ്രായം പറയാതെ ഡയറക്റ്റായിട്ട് അത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾക്കൊന്നും ഒരു വിലയില്ല എന്നുള്ളൊരു തോന്നൽ ആ ഫാമിലിയിലുള്ള ആ ഒരു മെമ്പർക്കുണ്ടാവും. ഇപ്പോൾ റിജക്റ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും വ്യക്തമായ കാരണത്തോടു കൂടി ഒരാൾ പറയുന്ന തീരുമാനത്തെ റിജക്റ്റ് ചെയ്യണം. അങ്ങനെയാണ് അഭിപ്രായങ്ങൾക്ക് നമുക്ക് പ്രാധാന്യം കൊടുക്കാൻ സാധിക്കുന്നത്. അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിലൂടെ ആ വ്യക്തിക്ക് നമ്മൾ
പ്രാധാന്യം കൊടുക്കുകയാണ്. പിന്നെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ പേരൻസ് എപ്പോഴും അവരുടെ കരിയർ പാത്ത് തിരഞ്ഞെടുക്കുന്നതിന് തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യണം. അവരുടെ നീഷ് എന്താണെന്ന് വെച്ചിട്ട് അല്ല അവരുടെ പാഷൻ എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് തീർച്ചയായിട്ടും അവരെ സഹായിക്കണം. അവരുടെ അഭിപ്രായത്തിന് വില കൊടുക്കണം. അവരുടെ കരിയർ പാത്ത് തിരഞ്ഞെടുക്കുന്നതിന് അവരുടെ അഭിപ്രായത്തിന് തീർച്ചയായിട്ടും വില കൊടുക്കണം. അവരുടെ പാഷൻ എന്താണോ അതനുസരിച്ചുള്ള കരിയർ പാത്ത് തിരഞ്ഞെടുക്കാനായിട്ട് പേരൻസ് തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യണം. അതിലൂടെ നമ്മൾ അവർക്ക് ഒരു ബഹുമാനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും പാഷനേറ്റായിട്ടൊരു വ്യക്തി തൻ്റെ പാഷനുള്ള മേഖലയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആവും. അതിന് വളരെയധികം സാധ്യത കൂടുതലാണ്. കാരണം കഷ്ടപ്പെട്ടല്ല, ഇഷ്ടപ്പെട്ടാണ് അവർ ആ ഒരു പ്രൊഫഷൻ ചെയ്യുന്നത്. ഏതൊരു പ്രൊഫഷനോടും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൽ സക്സീഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും പേരൻസ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അത് ഒരു കുടുംബ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ ഭാവി ജീവിതത്തിനും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് ഓഫ് ഷെയർഡ് ഗോൾസ് ആൻഡ് വാല്യൂസ്. നമ്മൾ ഓൾറെഡി സംസാരിച്ചു. ഒരു ഗോൾ സെറ്റ് ചെയ്യണം, ഫാമിലിയായിട്ട് സംസാരിച്ച് വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് ഒരു ഗോൾ സെറ്റ് ചെയ്യണമെന്ന് നമ്മൾ സംസാരിച്ചായിരുന്നു. കുറേ മാസങ്ങൾക്ക് ശേഷം അത് ഇംപ്ലിമെൻറ്റ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു സന്തോഷം കണ്ടെത്തുക. അച്ചീവ് ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചെയ്യാൻ കഴിയാഞ്ഞത്, എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മൾ വരുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് തുറന്ന ഒരു ചർച്ച ഉണ്ടാക്കിയെടുക്കുക. അവസാനത്തെ പോയിന്റ്, ഹാൻഡ്ലിങ് കോൺഫ്ലിക്ട്സ് വൈസ്ലി. ഏതൊരു ഫാമിലിയിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് എങ്ങനെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഫാമിലിയുടെ മുന്നോട്ടുള്ള പോക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധിപൂർവ്വം കോൺഫ്ലിക്ട്സുകൾ കൈകാര്യം ചെയ്യണം. ഓൾറെഡി സംഭവിച്ചു പോയതിനെക്കുറിച്ച് പരസ്പരം പഴിച്ചാരാതെ ഇനി അത് സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം, പരസ്പരം ഉണ്ടായ ബുദ്ധിമുട്ടുകളെ എങ്ങനെ സോൾവ് ചെയ്യണം എന്നതിനെക്കുറിച്ച് സംസാരിക്കണം. ആ ഒരു രീതിയിൽ സംസാരിച്ച് ആ പ്രശ്നത്തെ സോൾവ് ചെയ്യണം. പരസ്പരം ദേഷ്യപ്പെടാതെ അല്ലെങ്കിൽ വീണ്ടും ഒരു ആർഗ്യുമെൻറ്റിലേക്ക് അത് നയിക്കാതെ സമാധാനപരമായി സംസാരിച്ച് മറ്റ് ഓപ്പോസിറ്റുള്ള ആളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കണം. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മറ്റുള്ള ആളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് അവരെന്തുകൊണ്ട് അങ്ങനെ പ്രതികരിച്ചു, ഇനി അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് സമാധാനപരമായിട്ട് എനിക്കിങ്ങനെയാണ് ഫീൽ ചെയ്തത്, അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു, അതെൻ്റെ തോന്നൽ മാത്രമാണോ എന്നറിയില്ല. അപ്പോൾ അവർ തീർച്ചയായിട്ടും അവരുടെ സാഹചര്യം അവർ പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ ആ ഒരു തർക്കമോടെ സമാധാനപരമായിട്ട് പരിഹരിക്കാൻ സാധിക്കും. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് വേർഡ്സ് എപ്പോഴും നമ്മൾ സംസാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ താങ്ക്സ് പറയുക, സോറി പറയേണ്ട സാഹചര്യത്തിൽ സോറി പറയുക, താങ്ക്സ് പറയേണ്ട സാഹചര്യത്തിൽ താങ്ക്സ് പറയുക. അത്തരം മാനേഴ്സ് നമ്മൾ കാണിക്കുക. അപ്പം നല്ലൊരു ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കമ്മ്യൂണിക്കേഷനുള്ള പ്രാധാന്യം, അത് എപ്പോൾ ചെയ്യണം, എങ്ങനെ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാം, പിന്നെ ഒരു ഫാമിലിയിൽ എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിലാരെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം, പിന്നെ എങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടായാൽ നമ്മൾ സോൾവ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓപ്പണായിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി.